ചൈനയിലെ ഒരു കോളേജാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. അതുപോലെ ആ കോളേജിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ദാ ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. ഞാനിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. ചൈനയിലെ പ്രശസ്തമായ വുഹാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിനി ഉള്ളിലേക്ക് കയറിപ്പോണം. ലോകമെമ്പാടുമുള്ള ഒരുപാട് കുട്ടികൾ MBBS MD കോഴ്സുകൾ പഠിക്കാനായിട്ട് വരുന്ന വലിയൊരു ക്യാമ്പസാണ് വുഹാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അങ്ങനെ നമ്മൾ ക്യാമ്പസിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പം കയറി കഴിഞ്ഞപ്പം കണ്ട ആദ്യത്തെ കാഴ്ച ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മരങ്ങളാണ്. ഫുള്ള് ഗ്രീനിഷ് ആയിട്ടുള്ള വലിയൊരു ക്യാമ്പസാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു മരങ്ങൾക്കിടയിലാണ് ഇവരുടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നത്. ഏകദേശം 200ഓളം ഏക്കറിൽ പടർന്നു കിടക്കുകയാണ് വുഹാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. കൂടാതെ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുമുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ MBBS സ്വപ്നവുമായിട്ട് വന്നിറങ്ങുന്ന ഒരു ക്യാമ്പസാണ് ഈ വുഹാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. നമ്മുടെ കുറച്ച് ഫോളോവേഴ്സും ഇവിടെയുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഈ ക്യാമ്പസ് വിശദമായിട്ട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാ ഈ കാണുന്നതൊക്കെ തന്നെ ക്ലാസ് റൂമുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായ കാഴ്ചകൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. പിന്നെ ഇത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാത്രമാണ്. കൂടാതെ വുഹാൻ്റെ മെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വേറെ ഇടത്തുണ്ട്. ലാസ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് പോയി കാണാം. അത് ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് വലുതാണ്. ഇവിടെ മെഡിക്കൽ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ സയൻസ്, കൊമേഴ്സ് പോലെയുള്ള എല്ലാ കോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, അമ്പരചുംബികളായിട്ടുള്ള വലിയ ബിൽഡിങ്ങുകളാണ് ഇതിൻ്റെ ഉള്ളിൽ പണിത് കൂട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ദാ ഇതൊരു മെയിൻ എൻട്രൻസ് ആണ് ഈ ബിൽഡിങ്ങിൻ്റെ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട്. ഒരു ചൈനക്കാരിയാണ് സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. മുകളിലാണ് ക്ലാസ് റൂമുകളൊക്കെ ഉള്ളത്. ദാ ഇതാണ് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി ഒരു ക്ലാസ് റൂമാണ്. ഇന്നൊരു അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് ഈ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി വന്ന കുറച്ച് കുട്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പുറത്താണ്. എന്തായാലും ക്ലാസ് റൂമൊക്കെ വേറെ ലെവലാണ്. അങ്ങനെ നമ്മൾ ക്ലാസ് റൂം കണ്ടതിന് ശേഷം ദാ ബാൽക്കണിയിൽ നിന്നും താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ശരിക്കും വുഹാൻ നഗരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകം കോവിഡിനോടൊപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിലൊന്നാണ് വുഹാൻ എന്ന് പറയുന്നത്. കാരണം വുഹാനിലെ ഒരു മാർക്കറ്റിൽ നിന്നാണ് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. നമ്മളെയൊക്കെ മാസങ്ങളോളം വീട്ടിലിരുത്തിയ ആ കോവിഡിൻ്റെ പ്രഭവ സ്ഥാനമായ വുഹാനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇവർ ഈ കോവിഡ് കാലമെല്ലാം മറന്നു കളഞ്ഞിട്ട് ഇവർ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ തിരികെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഹോസ്റ്റലുകളും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണിച്ചു തരാം. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത മറ്റൊരു കാര്യം ഞാനിവിടെ കാണാനായിട്ടിടയായി. ഇതിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഈ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കണ്ടില്ലേ, എക്സ്റേയുടെ റിസൾട്ടും അതുപോലെ സ്കാനിൻ്റെ റിസൾട്ടും ഒക്കെ പേഷ്യൻസിന് തനിയെ ഈ മെഷീൻ വഴി എടുക്കാൻ പറ്റും. ഇവിടെ ഒരു അപ്പച്ചന് അദ്ദേഹത്തിൻ്റെ എക്സ്റേയുടെ റിസൾട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, നേരെ OP നമ്പർ കൊടുക്കുന്നു, നേരെ കൂളായിട്ട് തന്നെ നമുക്കതിൻ്റെ പ്രിൻറ്റ് കിട്ടും. ഇങ്ങനെ ഇവിടെ ഒരുപാട് മെഷീൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് പല റിസൾട്ടുകളും ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ എടുക്കാം. ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സാണ്. ഇദ്ദേഹം ഇവിടെ MDക്ക് പഠിക്കുന്നതാണ്, ആ വൈറ്റ് ബനിയനിട്ട ആൾ. അപ്പുറത്തുള്ള ആൾ ഇവിടെ MBBSന് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ വൈറ്റ് ബനിയനിട്ട ആൾ മലപ്പുറംകാരനും മറ്റേ പുള്ളി ആലപ്പുഴ ജില്ലക്കാരനുമാണ്. അപ്പോൾ ഇവരാണ് നമ്മളെ ഇവിടെ എല്ലാം കാണിച്ചു തന്നത്. ഈ കാണുന്നത് മറ്റൊരു വിസ്മയകരമായ കാഴ്ചയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹലാൽ ക്യാൻറ്റീനാണ്. അപ്പം ഹലാൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഇവർ ഹലാൽ ക്യാൻറ്റീൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ബോയ്സിൻ്റെയും അതുപോലെ തന്നെ ഗേൾസിൻ്റെയും സെപ്പറേറ്റ് ഹോസ്റ്റലുകളാണ്. പിന്നെ ഈ ഹോസ്റ്റലുകളുടെ എൻട്രൻസ് എനിക്കൊരു കൗതുകരമായിട്ട് തോന്നി. കണ്ടില്ലേ, ഈ മെട്രോയുടെയൊക്കെ പോലെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ വുഹാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത വുഹാൻ്റെ മെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാണാനായിട്ട് പോവുകയാണ്. അവിടെ ആർട്സും സയൻസും കൊമേഴ്സും അങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുള്ള വലിയൊരു ക്യാമ്പസാണ്.
അപ്പോൾ ആ ഒരു ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1000 ഏക്കറിലാണ് വുഹാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കിടക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികളാണ് അവിടെ പഠിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ എന്തായാലും ഈ വുഹാൻ നഗരത്തിൽ കൂടെ തന്നെ പോവുകയാണ്. കണ്ടില്ലേ, ഇവിടെ മുഴുവൻ ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രളയമാണ്. സ്കൂട്ടറും അതുപോലെ ബൈക്കും ഒക്കെ 100% ഇലക്ട്രിക്കായി. ഇതാണ് നമ്മുടെ ഡ്രൈവർ. അദ്ദേഹത്തിൻ്റെ പേര് ലീപാം എന്നാണ്. ആൾ ചെറിയൊരു കിളി പോയ ഒരു സംഭവമാണ്, എങ്കിലും പുള്ളി ഒരു പാവത്താനാണ്. ഞങ്ങൾ ആദ്യം പുള്ളിയുടെ ബിഹേവിയറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അടുത്ത ദിവസം ഡ്രൈവറിനെ മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി ഒരു പാവത്താനായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുൾ ഡേയും പുള്ളിയെ തന്നെ കൂട്ടി. അങ്ങനെ നമ്മൾ വുഹാൻ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം 1000 ഏക്കറിൽ 1 ലക്ഷത്തിന് മുകളിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് വുഹാൻ യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മൾ വുഹാനിൽ തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ് ഇനി ഒരു 3-4 ദിവസം താമസിക്കുന്നത്. അപ്പം ലോകം ഒരുപാട് ചർച്ച ചെയ്ത ഒരു പേരാണ് ഈ ചൈനയിലെ വുഹാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടുത്തെ റോഡും എല്ലാം ഗംഭീരമാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.